പ്രിയമുള്ളവരെ, കേരളത്തിൽ വായന പക്ഷാചരണം ആരംഭിക്കുകയാണ്. ജൂൺ 19 ആരംഭിച്ച് ജൂലൈ 7 അവസാനിക്കുന്ന തരത്തിൽ 19 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. ജൂൺ 19 നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സമുന്നത നേതാവായിരുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം സംഘടിത രൂപം കൈവരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനായ ശ്രീ PN പണിക്കരുടെ ചരമദിനത്തിൽ ആരംഭിച്ച് യശശരീരനായ ശ്രീ IV ദാസിൻ്റെ ജന്മദിനത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് വായന പക്ഷാചരണം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തെ അറിവിൻ്റെ സൗന്ദര്യം ഗ്രാമാന്തരങ്ങൾക്ക് സമ്മാനിച്ച കേരളത്തിലെ ഏക പ്രസ്ഥാനമാണ് ലൈബ്രറി പ്രസ്ഥാനം. 100% സാക്ഷരതയും സാർവത്രിക വിദ്യാഭ്യാസവും നേടിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനവും കേരളമാണ്. ഈ അറിവ് നേടുന്നതിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഈ വൈജ്ഞാനിക മേഖല വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി നീണ്ട ഒരു പുരുഷായുസ് പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാനാണ് ശ്രീ PN പണിക്കർ. അദ്ദേഹം 1945 അന്നത്തെ മലബാർ പ്രദേശത്തുള്ള 47 ലൈബ്രറികളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ആ ലൈബ്രറി യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുകയും തുടർന്നുള്ള പ്രവർത്തനം ചിട്ടപ്പെടുത്തി പോരുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് 1958 മുതൽ 1977 വരെ തുടർച്ചയായി ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിച്ച്, ഒപ്പം പനമ്പള്ളി ഗോവിന്ദമേനോനും ചേർന്നുകൊണ്ട് ലൈബ്രറി പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച മഹാനായ ഒരു വ്യക്തിയാണ് ശ്രീ PN പണിക്കർ. അതിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മഹാരഥന്മാരായിട്ടുള്ള പലരും ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ കേരളത്തിൽ ഒരു ഗ്രന്ഥശാല നിയമമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ SR രംഗനാഥനെ പല പ്രാവശ്യം സമീപിച്ച് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ശേഖരിച്ചുകൊണ്ടൊരു നിയമമുണ്ടാക്കിയെങ്കിലും ആ നിയമത്തിന് ഒരു ജനകീയ സ്വഭാവം കൈവരില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി അത് മാറ്റിവെക്കുകയും അതിനെ തുടർന്ന് 1989 ശ്രീ EK നായനാർ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന K ചന്ദ്രശേഖരൻ മുൻകൈയെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഗ്രന്ഥശാല നിയമം എഴുതിയുണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയത്. പക്ഷെ എന്നാലും അതിന് പോരായ്മകളുണ്ടായിരുന്നു. അവതരിപ്പിച്ച നിയമ കരടിൽ പോരായ്മകളുണ്ടായതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ലൈബ്രറി പ്രവർത്തകരായ P ഗോവിന്ദപിള്ള, മനയത്ത് ചന്ദ്രൻ, IV ദാസ് എന്നിവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു കരട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും അവർ തയ്യാറാക്കിയ കരട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച് ആ കരടിനെ സംബന്ധിച്ച ചർച്ച ലൈബ്രറി പ്രവർത്തകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുകയും അതിലാവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 1990 കേരളത്തിൽ ഗ്രന്ഥശാല നിയമം പ്രാബല്യത്തിൽ വരുന്നത്. തുടർന്ന് അതിന് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബ്യൂറോക്രസിയുടെ നിസ്സഹകരണം മൂലം പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്ന ചട്ടങ്ങൾ രൂപീകരിക്കാൻ. അതിനെ തുടർന്ന് ചട്ടം രൂപീകരിച്ചതിന് ശേഷം 1994 ലൈബ്രറി പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുക്കാൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും ജില്ലാ ലൈബ്രറി കൗൺസിലും താലൂക്ക് ലൈബ്രറി കൗൺസിലും നിലവിൽ വരുന്ന തരത്തിൽ പ്രവർത്തനം രൂപപ്പെടുത്തി 1994
ആദ്യത്തെ ലൈബ്രറി പ്രസ്ഥാനം നിലവിൽ വന്നു. അന്ന് ലൈബ്രറി പ്രസ്ഥാനത്തെ നയിച്ചത്, ആദ്യത്തെ ലൈബ്രറി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനെ നയിച്ചത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കടമ്മനിട്ട രാമകൃഷ്ണനും ഐ വി ദാസും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഒന്നാമത്തെ ലൈബ്രറി പ്രസ്ഥാനം വരുന്നത്. രണ്ടാം ലൈബ്രറിയും ഇവർ തന്നെ നേതൃത്വം കൊടുക്കുകയും 3-4 ലൈബ്രറികൾ മറ്റ് 4 പേര് നേതൃത്വം കൊടുക്കുകയും 5-ാം ലൈബ്രറി കൗൺസിൽ ശ്രീ കെ വി കുഞ്ഞികൃഷ്ണൻ പ്രസിഡൻറ്റും ശ്രീ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ സെക്രട്ടറിയുമായിട്ടുള്ള 5-ാം ലൈബ്രറി കൗൺസിലും ഇപ്പോൾ 6-ാം ലൈബ്രറി കൗൺസിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീ കെ വി കുഞ്ഞികൃഷ്ണൻ മാഷ് തന്നെ പ്രസിഡൻറ്റും ശ്രീ വി കെ മധു സെക്രട്ടറിയുമായിട്ടുള്ള 6-ാം ലൈബ്രറി കൗൺസിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലൈബ്രറി കൗൺസിലിൽ 5-ാം ലൈബ്രറി കൗൺസിലിൻ്റെ കാലം മുതലാണ് കേരളത്തിൽ ലൈബ്രറി പ്രസ്ഥാനത്തിനെ കുറേ കൂടി ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈബ്രറി പ്രസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കിയത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് 6-ാം ലൈബ്രറി കൗൺസിലും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ വൈജ്ഞാനിക മേഖലയിൽ നമുക്കറിയാം, ശാസ്ത്ര മേഖലയിൽ വിസ്മയിപ്പിക്കുന്ന വേഗത്തിലാണ് അതിൻ്റെ പോക്ക്. അതുപോലെ തന്നെ വൈജ്ഞാനിക മേഖലയിലും വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ